അതാകുമ്പോ ബഹുമാനം തോന്നുമ്പോ താഴ്ത്തിയിടാം, ദേഷ്യം വരുമ്പോ മടക്കി കുത്തുകയും ചെയ്യാം. താനിത് കൊള്ളില്ലെന്ന് പറഞ്ഞാലും മാറ്റി വേറെ ഇടാൻ എന്റെ വേറെ ഒന്നുമില്ല. ഇവിടെ തങ്ങാൻ വേണ്ടി വന്നതല്ലല്ലോ നമ്മള്. ആ, ഇത് കൊള്ളില്ലെങ്കിൽ തന്റെ പഴയ സാരി വല്ലതും ഉടുക്കേണ്ടി വരും. താനത്തിനെങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, സച്ചേട്ട സാരിയൊക്കെ എടുത്തു നിൽക്കുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കിയതാ. ഇനി ഇങ്ങനെ ചിരിച്ചോണ്ടെന്നാ ശരിയാവില്ല. അവരൊക്കെ വരുമ്പോഴേക്കേ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. ആ, ഒരു കാര്യം ചെയ്യാം, ഞാനൂടി സഹായിക്കാം. അടുക്കള പണിയിൽ സച്ചേട്ടൻ എന്ത് സഹായിക്കാനാ? അതൊന്നും വേണ്ട. അതെ, എന്നെ അത്രയ്ക്ക് മോശക്കാരനൊന്നും നോക്കണ്ട, എനിക്കും കുറച്ചൊക്കെ അറിയാം. ആ, താനിങ്ങോട്ട് മാറിക്കേ. കണ്ടോ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അറിയാം അത്യാവശ്യം അടുക്കള പണിയൊക്കെ. പെണ്ണുങ്ങൾക്ക് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ജോലിയൊന്നും അല്ല അടുക്കള പണി. അതിന് ഞാൻ അയ്യോ, എന്താ പറ്റിയ? ഇങ്ങോട്ട് വന്നേ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്. നല്ല മണം. എങ്ങനെ ഉണ്ടാവാതിരിക്കും? എന്തെല്ലാം ചേർത്തിട്ടാണെന്നോ അമ്മ ഇതുണ്ടാക്കുന്നത്? തനിക്കറിയില്ല ഇതുപോലെ എണ്ണ കാച്ചാൻ? ഇല്ല, കൊറേ തവണ അമ്മ പറഞ്ഞു തന്നതാ. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും ഇതുപോലെ ആവില്ല. ഭാഗ്യം, ഇതെങ്കിലും അറിയാത്തതായി ഉണ്ടല്ലോ. പക്ഷേ ഞാനൊരു ദിവസം പഠിച്ചെടുക്കും. ചുവന്നുള്ളിയും ജീരകവും ചുക്കും താനിക്കയും നെല്ലിക്കയും കയ്യൂന്നിയും അങ്ങനെ കുറേ പച്ചമരുന്നുകൾ ചേർത്തായതുണ്ടാക്കുന്ന. എനിക്ക് ഒരു തവണ പറഞ്ഞു തന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. ഇതിനേക്കാൾ കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് മണം കൂടുതലായിരിക്കും. ആ, അത് ഞാൻ നേരത്തെ കണ്ടു. ജോലി ചെയ്യുമ്പോ ഈ കൈമുറിയുന്നതിനാണോ കൈപ്പുണ്യം എന്ന് പറയുന്നത്? അല്ല, അത് കുഞ്ഞു കയ്യബദ്ധമല്ലേ. ഇപ്പൊ വേദന ഉണ്ട് സച്ചേട്ടാ? ഹേയ്, അതത്ര വലിയ മുറിവൊന്നുമല്ല. എന്നിട്ടാണോ ചോര പൊടിഞ്ഞത്? അതാ കടലക്കറിയുടെ മസാല എരിവും കൂട്ടിക്കുഴച്ച് പാലപ്പം കഴിച്ചപ്പോ എല്ലാം ചടയിൽ ഉണങ്ങിക്കഴിഞ്ഞു. ഇവിടെ ആ നേരത്ത് അവന്തിക അടുത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പണി പാളിയാനെ. അതെന്താ? അത് തനിക്കറിയില്ലേ? ഒരു തുള്ളി രക്തം കണ്ടാ മതി, പുള്ളിക്കാരി അപ്പം ബോധം കെട്ട് വീഴും. ആ, ഒരു ദിവസം അച്ഛന്റെ കാലെന്ന് മുറിഞ്ഞപ്പോ ഏട്ടത്തിയുടെ ബോധം പോയി. അവസാനം അച്ഛനേക്കാൾ വയ്യാതായി ഏട്ടത്തിക്ക്. രക്തം കുറച്ചേ പോയുള്ളൂ എന്ന് ഓർത്തിട്ടാവും ബോധം പോയത്. ആ, പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു. മറ്റന്നാളാ നമ്മൾ യാത്ര പോകുന്നേ. ആണോ? ആ. അപ്പോ സന്ദീപിനോടും അതിനോടും പറയണ്ടേ? ആ, അതൊക്കെ ഞാൻ പറഞ്ഞു. വലിയ സന്തോഷത്തിലാ രണ്ടുപേരും. അതെന്താ, സച്ചേട്ടന് സന്തോഷമില്ലേ? ഇല്ലേന്നോ? എനിക്കാ കൂടുതൽ സന്തോഷം. നമ്മുടെ ആദ്യരാത്രി അന്നല്ലേ? ഓ, അങ്ങനെ. അതിന് വേറെന്തോ വാക്ക് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? ശാന്തി മുഹൂർത്തം. അത് തന്നെ. അല്ല, തനിക്ക് സന്തോഷമൊന്നുമില്ലേ? എന്റെ സന്തോഷം ഞാൻ പറയണോ കാണിക്കണോ? തന്റെ ഇഷ്ടം. ഇപ്പൊ മനസ്സിലായോ? മറ്റൊരു വിവാഹം നോക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞത്. ശരിക്കും എൻ്റെ ആഗ്രഹം അത് തന്നെയാ. വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴാ വേണ്ടാത്തോരോ തോന്നലുകള്. നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നവരെ ഞാനും കൂടി ബിസി ആയാ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പോ അതിനാവും ഈ യാത്ര. ഇതുവരെ നടക്കാത്ത നമ്മുടെ ആദ്യ രാത്രിയും
വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ യാത്രയും എല്ലാം കൊണ്ടും ഒരു സന്തോഷം. സന്തോഷമൊക്കെ കൊള്ളാം. നമുക്കൊന്ന് സംസാരിക്കാനെങ്കിലും പറ്റിയാ മതി. എന്റെ സെഡ് കാറ്റഗറി സുരക്ഷയാ മീരടുത്തി അനൂപേട്ടന് വാക്കുകൊടുത്തിരിക്കുന്നത്. പിന്നെ മീരടുത്തിയുടെ വക കുറെ കൽപ്പനകൾ വേറെയും. ഇത്രയൊക്കെ ചെയ്ത നമുക്കാണോ മീരേട്ടത്തിരെ കണ്ണുപിടിക്കാൻ പ്രയാസം? അതെ അതെ, എന്റെ വീട്ടിലെല്ലാരും കിടന്നുറങ്ങുമ്പോ ആരും അറിയാതെ മതില് ചാടി വരുന്ന ആളല്ലേ എന്റെ ഭർത്താവ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ഇഷ്ടമുള്ള ആള് മതിലിനപ്പുറം നിൽക്കുമ്പോ ഞാനല്ല ആരായാലും മതിൽ ചാടും. അതെ മാഷേ, എന്നും രാത്രിയുള്ള ഈ മതില് ചാട്ടം മതിയോ? എന്നാ പകൽ വെളിച്ചത്തിൽ എന്റെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നേ? ഉടനെ കൊണ്ടുപോകും. ഇനിയിപ്പോ അച്ഛനോട് ചെറുതായൊന്ന് സൂചിപ്പിക്കണം. അതോർക്കുമ്പോഴാ ഒരു വിറയില്. മതില് ചാടുന്നതിന്റെ പകുതി ധൈര്യം മതി അതിന്. ആ, അത് തനിക്ക് അറിയാത്തോണ്ടാ. കാമുകിയെ കാണാൻ ഏത് പാതിരാത്രി എത്ര മതില് ചാടി കടന്നും ഒരു കാമുകം പോവും. എത്ര ഭീരുവായിരുന്നാലും അപ്പൊ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. എന്നാ കാമുകിയെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് പേടി മുഴുവൻ. ഇത്രയും റിസ്ക് എടുത്താണോ ഞാൻ അവളെ കാണാൻ പോയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ പേടി മാറി അത്ഭുതം ഉണ്ടാവും. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ആ സൈക്കോളജി കൊള്ളാം. എന്തെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ച് മരത്തി കെട്ടിവെക്കും. ആ സൈക്കോളജി പറ്റി വല്ലതും അറിയോ? മരത്തിൽ കെട്ടിവെച്ചാലും വേണ്ടില്ല, എല്ലാവരും ഇതൊന്നറിഞ്ഞ് സമ്മതിച്ചെന്നാ മതിയായിരുന്നു. ഏതായാലും ഇനി അടുത്ത കാലത്തൊന്നും തന്നെ കെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് അനൂപേട്ട ആലോചിക്കില്ലല്ലോ. അത് മതി. ആ, എനിക്കറിയില്ല. ഇനി ഇപ്പൊ നല്ല വല്ല ആലോചന വരുവാണെങ്കിൽ ഞാൻ ഓക്കെ പറയും. അപ്പൊ ഞാനോ? ആ, എന്തെങ്കിലും ചെയ്യും. ആ, എനിക്ക് പോയി കെട്ടിപ്പോ. അതങ്ങനെ ശരിയോ? ഞാൻ തന്നെ കെട്ടിയതല്ലേ. അതിനെന്താ? അതൊന്നും വേറെ ആരും അറിഞ്ഞില്ലല്ലോ. അതുപോലെ ആരും അറിയാതെ തന്നെ ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സോ? നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? പിന്നല്ലാതെ. അതൊന്നും വേണ്ടെങ്കിൽ വേഗം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെയാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? ഇവിടെ ജീവിച്ചു തുടങ്ങിയില്ല, അപ്പോഴേക്കും ഡിവോഴ്സിനെ പറ്റി പറയണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഉണ്ട്, വലിയ കാര്യമുണ്ട്. എന്ത് കാര്യം? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇയാളിത് എന്തോന്നാ? ഉറപ്പാണല്ലോ അല്ലേ? അയ്യേ, പിന്നല്ലാതെ. എന്താ പേടിച്ചു പോയോ? ഓ, പേടിച്ചൊന്നും പോയില്ല. ഡിവോഴ്സ് എന്ന് കേട്ടപ്പോ ഒരിത്. എന്നാ ആ ഒരിത് വേണ്ട. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. പോരെ? മതിയാതിരെ മോളെ, ഇനി അങ്ങനൊന്നും പറയല്ലേ. എടോ, താനത് വിടടോ ഒന്ന്. വിട്ടു. അജയൻ എന്ന് പറയുന്നവനെ പിന്നീട് കണ്ടോ? ഇല്ല, പിന്നീട് എന്റെ മുന്നിൽ വന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ എന്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. സ്വന്തം കെട്ടിയോനെ തല്ലാൻ പറഞ്ഞു വിടുന്നത് ഒരു ഭാര്യയ്ക്ക് ചേർന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഈ കാര്യത്തിൽ ഞാൻ നിന്നെ തടയില്ല. നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നീ അവനെ കാണാൻ പോണം. ഞാനും വരാം. നിനക്ക് കിട്ടിയതിൻ്റെയൊക്കെ പലിശ അടക്കം നീ കൊടുത്തിട്ട് വരാവൂ. അത്രമാത്രം അവൻ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്കും കൊടുക്കണം, മുഖം അടച്ച് 4 എണ്ണം. അതോർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ചേർത്ത് കൊടുത്തിട്ടേ ഞാൻ വരൂ. എങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണം. വിവാഹം കൂടി നടക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. നേർക്ക് നേരെ വന്നാലും കുഴപ്പമില്ല. അവൻ ഏത് രീതിയിലും ചതിക്കാൻ മടിയില്ലാത്തവനാ. ഇനി നീ അവന്റെ കാര്യത്തിൽ പേടിക്കണ്ട. അവനറിയാം എന്റെ കൺമുന്നിൽ വന്ന് എന്താ സംഭവിക്കാന്ന്. പിന്നെ എന്തിനും പോകുന്നൊരു ഏട്ടനും ഏട്ടത്തിയില്ല എനിക്ക്. ആ വിശ്വാസത്തിലല്ല. ചേച്ചി എന്നോട് വിവാഹത്തിന് സമ്മതിച്ചോളാനും എല്ലാം ചേച്ചി നോക്കിക്കോളാന്നും പറഞ്ഞപ്പോ ഒരു പേടിയില്ലാതെ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചതും അതേ വിശ്വാസം കൊണ്ട് തന്നെയാ. പാവം, ഞാനും നീ സ്നേഹിച്ച കാരണം ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അവർക്ക് അവരുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. ദേ, ഇനി ഒരു കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ. എങ്കിലും അവരുടെ വലിയ സഹായം ഇല്ലാതെ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. സച്ചേട്ടനും ഏട്ടത്തിയാ ശരിക്കും നമ്മുടെ മുന്നിലുള്ള ഈശ്വരന്മാർ. നമ്മളായിട്ടൊരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. അതെ. ആ, ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കും അവരെ പോലെ ജീവിക്കണം. പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ഒരുപാട് കാലം ജീവിക്കണം.
ഏട്ടത്തി എന്താ ഇതുവരെ ഉറങ്ങാത്തെ? ഞങ്ങള് അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും നിങ്ങളെ കാത്താ നിന്നത്. ഞങ്ങളെ കാത്തോ? എന്താ എടുത്തി? അത് മറ്റൊന്നുമല്ല, നിങ്ങളെന്നാ ട്രിപ്പ് പോകുന്നേ? കറക്റ്റായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നാളെ കഴിഞ്ഞ് പോകാന്ന് കരുതുന്നു. അത് നിങ്ങളോടൊപ്പം ഞാനും അനക്കയും വന്നാലോന്ന് ആലോചിക്കുന്നേ. ഇങ്ങനൊരു ആലോചനയുടെ പുറകിൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെയാ. മനസ്സൊന്നും അത്ര ശരിയല്ല. എന്റേത് മാത്രമല്ല, അനഘയുടെ. അപ്പൊ കരുതി എങ്ങോട്ടേലും ഒന്ന് പോവാന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാ നിങ്ങളുടെ യാത്രയുടെ കാര്യം പറയുന്നേ. എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. സച്ചിക്കും അർച്ചനയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചേ ഉള്ളൂ. അയ്യോ, അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. ഏട്ടത്തി വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? തീയതി ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം. താനത് എങ്ങനെ വന്നിരിക്കുന്നേ? സച്ചേട്ടൻ അറിയില്ല കാരണം എന്താന്ന്. ഇനി ഞാനത് പറയണോ? ആഹാ, ദേഷ്യം എന്നോടാണോ? തന്റെ സംസാരം കേട്ടത്തോന്നും ഞാൻ ഏട്ടത്തിയോട് കൂടി വരാൻ പറഞ്ഞു എന്ന്. വലിയ കാര്യത്തിൽ ഏട്ടത്തി പറയുമ്പോ ഞാൻ പിന്നെ പറ്റില്ല എന്ന് പറയണമായിരുന്നോ? പറയണായിരുന്നു. നമ്മൾ മാത്രം പോകുന്ന യാത്രയിൽ എല്ലാരും കൂടി വന്നാ നമുക്ക് വല്ല സ്വസ്ഥതയും കിട്ടുമോ? നമ്മുടെ സ്വസ്ഥതയ്ക്ക് എന്തോ കുഴപ്പം? നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതുപോലെയാണോ സന്ദീപിന്റെ ആതിരയുടെയും കാര്യം? ഇവിടെ പ്രശ്നങ്ങളായതുകൊണ്ടാ എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചത്. ഇനി യാത്രയിൽ ഉടനീളം പ്രശ്നങ്ങളായിരിക്കും. ഈരടുത്തെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോഴാ ഇവിടുന്ന് വേറെ രണ്ടെണ്ണം കൂടി. ഞാനില്ല എങ്ങോട്ടും. ബാക്കി എല്ലാരും കൂടെ അങ്ങ് പോയാൽ മതി. ഹണിമൂണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ജാഥയ്ക്കുള്ള ആളായി. എന്റെ ഈശ്വരാ, എന്തൊരു പരീക്ഷണോ ഇത്. നേരത്തെ താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? എന്ത്? അല്ല, താൻ വരുന്നില്ലെന്ന്. എന്തിനാ? സജ്ജേട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഹണിമൂണിന് പോവാനോ? ഒരു കാര്യം ചെയ്യാം, താൻ വരണ്ട. ഞാനും ഏട്ടത്തെയും അനഘയൊക്കെ പോയിട്ട് വരാം. താൻ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ വീട്ടിൽ പോയ്ക്കോ. അങ്ങനെ എന്നെ ഇപ്പോൾ ഒഴിവാക്കാൻ നോക്കണ്ട. അപ്പോ താൻ വരുന്നുണ്ടോ?
ഞാൻ അവസാനമായി ചോദിക്കുക, താൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? താനോട് പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തേ? പ്ലാൻ ചെയ്തപ്പോ നമ്മൾ മാത്രമായിരുന്നു. മിണ്ടരുത്. ഈ യാത്രയിൽ താനും വരും. വന്നില്ലെങ്കിൽ തനിക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അവളുടെ ഒരു ദേഷ്യം. ഡേ ഇങ്ങോട്ട് പാടി. ഡേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? എന്താ ഇനി പറ, നീ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല എന്ന്. വരുന്നു, വരാം. എന്റെ കൊച്ചു പേടിച്ചു പോയോ? ആ? ഇതൊക്കെ സച്ചേട്ടന്റെ ഒരു നമ്പർ അല്ലേ? മാറങ്ങോട്ട്. ഏയ്, താനിത് എവിടെ പോവുക? അതെ, ഞാൻ താഴെ വെച്ച ഏട്ടത്തിയോട് ഒറ്റയടിക്ക് എങ്ങനെ വരണ്ടെന്ന് പറയുന്നേ? മീരയെടുത്ത് വരുന്നുണ്ട്. അവന്തികേട്ടത്തിയോട് വരണ്ടെന്ന് പറയുമ്പോ നമ്മളെ കുറിച്ച് എന്ത് കരുതും? രണ്ടും നമ്മുടെ ഏട്ടത്തിമാരല്ലേ? അതൊക്കെ എനിക്ക് അറിയാൻ സച്ചേട്ടാ. അനഘയും കൂടി വരുന്നുണ്ട്. സന്ദീപിനെ ഒന്ന് ശ്വാസം വിടാൻ പോലും അവള് സമ്മതിക്കില്ല. നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചത് തന്നെ സന്ദീപിന്റെ മൂടൊന്ന് ശരിയാക്കാന്ന് കരുതിയിട്ടല്ലേ? അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. വാ, ഈ നാട്ടിൽ വെച്ച് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ വളരെ രഹസ്യമായി സന്ദീപിനെയും ആതിരയും രജിസ്റ്റർ ഓഫീസിലെത്തിച്ച് അവരെ തമ്മിൽ കെട്ടിച്ച എന്റെ മിടുക്കിയായ പെണ്ണിവിടെ ഉള്ളപ്പോ എന്തു കുഴപ്പം വരാനാ? സച്ചേട്ടാ സൂചിപ്പിക്കാതെ. കാര്യല്ലേ പറഞ്ഞത്? ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന വെറും ചീള് കേസല്ലേ? ആ, ഇനി താൻ പറ, വരുന്നുണ്ടോ ഇല്ലയോ? പിന്നെ വരാതെ എന്തിനും പോകുന്ന ഭർത്താവുള്ളപ്പോ പിന്നെ എനിക്കെന്താ പ്രശ്നം? ആ, അത് സുഖിച്ചു കേട്ടോ. അമ്മേ, ഉഫ്. അയ്യോ, ഇതെവിടെയാ അമ്മേ? എന്തോന്നാ അവിടെ ഈ കാണിക്കുന്നെ? അമ്മ ഇതെവിടെയാ? എന്തോന്നാ മുഖത്തൊന്ന് തുണി മാറ്റ്. ഇത്രയും മതി അമ്മേ? ആ മതി. ദേ ഇനി ഓരോന്ന് എടുത്തോണ്ട് വരരുത്, ഇപ്പൊ തന്നെ കൊറേയായി. ശ്ശെ, അച്ഛനും കൂടെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അതെങ്ങനെ വരാനാ? നിന്റെ അച്ഛന് ഈ ലോകത്ത് ആരോടും സ്നേഹവും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നോടും ഇല്ലേ? ആ, നിന്നോടുണ്ടെന്ന് തോന്നുന്നു. അതല്ലേ നീ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോ പോവാൻ സമ്മതിച്ചേ. അച്ഛ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛന് ആരോടും സ്നേഹവും വിശ്വാസവും ഇല്ലാന്ന്. ആ, അത് ശരിയാ മോളെ. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ മനുഷ്യനല്ലല്ലോ, മൃഗമല്ലേ. ഒരു കണക്കിന് അത് നല്ലത് തന്നെയാ. മൃഗമാവുമ്പോ ബന്ധങ്ങളെ വിശ്വസിച്ച് ജീവിക്കണ്ടല്ലോ. പെണെ, നിനക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതീ പിടിച്ച് തൂങ്ങാൻ നിൽക്കുവാ നിന്റെ അച്ഛൻ. നീ ചെല്ല്, ചെന്ന് ആതിരി ആന്റിയോട് സാധനങ്ങൾ ഇതിൽ വെക്കാനുണ്ടോന്ന് ചോദിക്കേ. ചെല്ല്. ഹലോ മനുഷ്യമൃഗം, എന്ത് പറ്റി? ആതിരി നിങ്ങളോടൊപ്പം വരുന്ന കാര്യം ആലോചിക്കായിരുന്നു. നീയും അർച്ചനയും സച്ചിയൊക്കെ ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ സമ്മതിച്ചത്. അതിന് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിളിച്ചപ്പോ അർച്ചന പറഞ്ഞു അവന്തികയും അനഘയൊക്കെ വരുന്നുണ്ടെന്ന്. പകുതി ടെൻഷൻ അപ്പോഴേ കുറഞ്ഞില്ലേ? അനഘ വരുന്നതുകൊണ്ട് 24 മണിക്കൂറും ആ പെണ്ണ് സന്ദീപിനെ ചുറ്റിപ്പറ്റി കറങ്ങിക്കോളും. ആതിര അതൊക്കെ കാണുന്നതോടെ അവനോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ഇരട്ടിയാവുകയും ചെയ്യും. എന്തുകൊണ്ടും ഈ യാത്ര കൊണ്ട് ഗുണമേ ഉണ്ടാവൂ. അതൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് മുഴുവൻ വേറെ കാര്യങ്ങളെ മീറി. അതൊക്കെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവുകയുള്ളൂ. അനുപേട്ടൻ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആതിര അങ്ങനെ വഴിതെറ്റി പോകുന്ന കുട്ടിയൊന്നും അല്ല. കാര്യങ്ങൾ പറഞ്ഞാ അല്പം വൈകിയാണെങ്കിൽ അവക്ക് മനസ്സിലാവും. അതിൽ അനുപേട്ടന് ടെൻഷനൊന്നും വേണ്ട.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടണ്ട അനുപേട്ടാ. ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞങ്ങൾ തിരിച്ചു വരും. ദാ, ഇത് വെച്ചോ. മോക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്ക്. അനുപേട്ടൻ ഇത് കടം വാങ്ങിയതല്ലേ? ഞങ്ങളുടെ ചെലവിനുള്ളത് എന്റെ കയ്യിലുണ്ട്. ഇത് അനുപേട്ടൻ തിരിച്ചു കൊടുത്തേക്ക്. അതും കൂടി നീ വെച്ചോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ സച്ചയെ അർച്ചനയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചല്ലോ. ഞാൻ നല്ലൊരു ചായ കൂടി ഇട്ട് തരട്ടെ? എന്താ നിന്റെ ആവശ്യം? ആദ്യം അത് പറ.